നമ്മൾ രാവിലെ സണ്ണി ജോസഫിനോട് സംസാരിച്ചിരുന്നു. KPCC അധ്യക്ഷൻ. അദ്ദേഹം എന്തായാലും ആ പദവി ഒഴിയാൻ പോകുന്നു, പുതിയ പദവിയിലേക്ക് ആര് വരാൻ പോകുന്നു എന്ന കാര്യത്തിൽ അറിയില്ല. അദ്ദേഹം പറഞ്ഞത് ഈ പറയുന്ന വകുപ്പുകളുടെ, നേരത്തെ കേബിളിൽ തന്നെ കാര്യം പറഞ്ഞതുപോലെ വകുപ്പുകളുടെ കാര്യത്തിലൊക്കെ പ്രശ്നമൊക്കെ സോൾവ് ആയിട്ടുണ്ട്. എല്ലാവരും നിറഞ്ഞ ഹൃദയത്തോടെയാണ് സത്യപ്രതിജ്ഞാ വേദിയിലേക്ക് എത്താൻ പോകുന്നത്. ഇന്ന് രാവിലെ സണ്ണി ജോസഫ് വലിയ കോൺഫറൻസ്, വലിയ പ്രതീക്ഷ പ്രകടിപ്പിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും കുടുംബവുമാണ് ഇപ്പോൾ 24 ചേരുന്നത്. എന്താണ് ഒരു പുതിയ നിയോഗം ലഭിക്കുകയാണ്, സംസ്ഥാനത്തിന്റെ മന്ത്രിയാവുകയാണ്. ജനങ്ങൾക്ക് നല്ല നിലയിൽ സേവനം ചെയ്യാൻ പരമാവധി പരിശ്രമിക്കും. അതിനുള്ള കരുത്തിന് വേണ്ടിയാണ് ഇന്ന് പാളയംപള്ളിയിൽ വന്ന് കുർബാന കണ്ട് പ്രാർത്ഥിച്ചത്. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയം നേടുമ്പോൾ അതിന്റെ ഒരു കപ്പിത്താൻ കൂടി ആവുന്നുണ്ട്, അല്ലെങ്കിൽ നേതൃത്വം വഹിച്ച ഒരു നേതാക്കൾ ഒരാൾ കൂടി ആവുന്നുണ്ട് സണ്ണി ജോസഫ്. ഞാനുൾപ്പെടെയുള്ള ടീമാണെന്നല്ലോ ഈ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ, അതിൻ്റെ മുന്നൊരുക്കങ്ങളൊക്കെ കോൺഗ്രസിൽ നയിച്ചത്. സീനിയർ നേതാക്കന്മാരുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്, മറ്റുള്ള KPCCയുടെ ഭാരവാഹികളുണ്ട്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളുണ്ട്, UDF ഉണ്ട്. അവരെല്ലാവരും ഒരു ടീം വർക്ക്, ഹാർഡ് വർക്ക്, ഇതായിരുന്നു ഞങ്ങളുടെ മുദ്രാവാക്യം. അതിലേക്ക് ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചു. സംസ്ഥാനത്തിന്റെ മന്ത്രി എന്നുള്ള ദൗത്യം കൂടി ഇനി ഭംഗിയായി നിർവഹിക്കാൻ കഴിയും. പരമാവധി നന്നായി നിർവഹിക്കാൻ പരിശ്രമിക്കും. ഭാര്യ കൂടിയാണ് ഇപ്പോൾ ചേരുന്നത്. സണ്ണി ജോസഫിന് ഇനി കൂടുതൽ തിരക്കാവുകയാണ്. ശീലിച്ചതാണ്, 45 വർഷമായിട്ട് ശീലിച്ചതാണ്. 45 വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ അന്ന് മുതലേ ഈ തിരക്കുകളാണ്. കുടുംബമെല്ലാം നോക്കിയത് ഞാൻ തന്നെയാണ്. എന്നാലും പരമാവധി രാഷ്ട്രീയമാണെങ്കിൽ പോലും ഏറ്റവും നന്നായിട്ട് കുടുംബം നോക്കിയ ആളാണ്. ഈ സംസ്ഥാനത്തിന്റെ മന്ത്രിസ്ഥാനം അതും ഭംഗിയായി നിർവഹിക്കാൻ കഴിയുമെന്ന് കരുതും. അതങ്ങനെ തന്നെ നന്നായിട്ട് തന്നെ ചെയ്യും. എങ്ങനെ മന്ത്രിയാവുമെന്ന് അറിഞ്ഞപ്പോൾ എന്തായിരുന്നു ഒരു ആദ്യത്തെ ഒരു സന്തോഷമാണ്. പിന്നെ ഈ ഉത്തരവാദിത്തങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുമെന്ന്, അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹം. ശരി, എന്തായാലും ആശംസകൾ. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫാണ് സംസാരിച്ചത്. അതിൽ സംസ്ഥാനത്തിന്റെ റവന്യൂ മന്ത്രിയാകുമെന്നുള്ളതാണ് വിവരം. അത് കൃത്യമായി നിർവഹിക്കാൻ കഴിയുമെന്നുള്ള കാര്യം കൂടി സണ്ണി ജോസഫ് പറയുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.